മഞ്ഞുമൽ ബോയ്സ് ഇസ് ആൻ എക്സലന്റ് സർവൈവൽ ത്രില്ലർ മൂവി. ഇതുവരെ മലയാള സിനിമകളിൽ ഇറങ്ങിയിട്ടുള്ള സർവൈവൽ ത്രില്ലർ മൂവികളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മൂവി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. നിങ്ങൾക്ക് സർവൈവൽ ത്രില്ലർ മൂവി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ഒരു തിയേറ്റർ വാച്ച് തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിമായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പടമാണ്. ഐ റിയലി എൻജോയ്ഡ് ദ മൂവി. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു കോമഡി ഫിലിമാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോണറിലായിരിക്കും. കാരണം ചിദംബരമാണ് ഡയറക്ടർ, ജാനമന് ശേഷം വരുന്നു. ഏകദേശം ആ ഒരു ടീമൊക്കെ തന്നെയാണ് വരുന്നത്. ബട്ട് ഇന്ന് ട്രെയിലർ സത്യം പറഞ്ഞാൽ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു. ഇതൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണെന്നുള്ള രീതിയിലാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ഇൻ്റർവ്യൂസും മറ്റു കാര്യങ്ങളോടെ തന്നെ മനസ്സിലായി മഞ്ഞുമൽ ബോയ്സ് കൊടൈക്കനാലിലോട്ട് യാത്ര ചെയ്യുന്നു, സുഹൃത്ത് ഗുണാക്കേവിൽ വീഴുന്നു, തുടർന്ന് അവർ രക്ഷിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ. എന്താണ് പ്ലോട്ട് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി നമുക്കറിയാമെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതികളും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഓരോ സമയത്തും നമ്മൾ ഇംപ്രസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇമോഷണൽ ഡൗൺ ആക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് നമ്മളെ കരയിപ്പിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഈച്ച് ആൻഡ് എവരി സീൻസ് നമ്മളെ വളരെയധികം കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു സീൻ പോലും നമുക്ക് ഈ ഒരു സിനിമയിൽ ഇത് അൺവാണ്ടഡ് ആയിപ്പോയി, എന്തിനാ അങ്ങനെ ഒരു ഡയലോഗ്, എന്തിനാ അങ്ങനെ ഒരു സീൻ വെച്ച് എന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നില്ല. സിനിമ കണ്ടതിന് ശേഷം പല പല സീനുകൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് തോന്നും. കാരണം ഒരുപാട് കണക്ഷൻസ് ഈ സിനിമയിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരിക്കും എന്താണ് ദൈവം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറയുന്നുണ്ട്, മോളിൽ നിന്നൊക്കെ വരുന്ന വെളിച്ചം അതല്ല ദൈവം. അതൊക്കെ അടിവരയിട്ട് കാണിക്കുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ, ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ സിനിമയിലുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതൊരു കേവലം ഒരു സർവൈവൽ ത്രില്ലർ മൂവിയുടെ അപ്പുറത്തേക്കായിട്ട് ഇതിലൊരു ബെസ്റ്റായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അത് കാണിച്ചിരിക്കുന്ന രീതികൾ, അതിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഷോട്ടുകൾ, ഫ്രെയിമുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ രക്ഷയുണ്ടായിരുന്നില്ല. ഷൈജു ഖാലിദാണ് സിനിമോട്ടോഗ്രാഫി. ഷൈജു ഖാലിദിൻ്റെ സിനിമോട്ടോഗ്രാഫിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. വെറുതെ അല്ല സുഷിൻ ശ്യാം പറഞ്ഞത് മലയാളം ഇൻഡസ്ട്രിയുടെ സീൻ തന്നെ മാറുന്നുള്ളതിൽ എക്സാക്ട്ലി അത് കറക്റ്റാണെന്നുള്ളത് സുഷിൻ ശ്യാം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അമ്മാതിരി ബീജിയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സീൻസിനെയും ശരിക്കും എലവേറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് വിവേക് ഹർഷനാണ്. ഒരു ഷോട്ടിൽ ഒരു ട്രാൻസിഷൻ പോലെ സംഭവം കാണിക്കുന്നുണ്ട്. അതൊരു ഒരു കുട്ടി വെള്ളത്തിലോട്ട് ചാടുന്ന സീനാണ്. അതിനുശേഷം കാണിക്കുന്ന സീൻ എൻ്റെ പൊന്നോ, സത്യം പറയാച്ചാൽ ആ ഒരു സീക്വൻസ് കഴിയണവരെ നമ്മളിങ്ങനെ ഷോക്കായിട്ടിരുന്നു പോയി. അതിനുശേഷം നമ്മളൊന്ന് ശ്വാസം വിട്ടു, ഓക്കെ നമ്മളൊന്ന് ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ VFX ആണ് എന്താണ്, ബട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിടിലനായിട്ടുണ്ട്. ആ ഒരു സീൻ എത്രത്തോളം ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഇതെന്നുള്ളത് ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകുന്നുള്ളത് എനിക്ക് കൂടുതൽ പറയാനായിട്ട് പറ്റില്ല. ബട്ട് കാണുന്ന പ്രേക്ഷകരിലേക്ക് ശരിക്കും അത് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ടുള്ള സംഭവം കാര്യങ്ങൾ ആ ഒരൊറ്റ ഷോട്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഒരു സർവൈവൽ ത്രില്ലർ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകനും തോന്നണം ഞാനും ആ ഒരു സർവൈവൽ ത്രില്ലറിലൂടെ പോവുകയാണ്, ഞാനിപ്പോൾ ഒരു പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ആ ഒരു പരിസരത്ത് എവിടെയും നിൽക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീല് ശരിക്കും പ്രേക്ഷകന് ഉണ്ടാക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത്രയും കിട്ടില്ലനായിട്ടാണ് ചിദംബരം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കാസ്റ്റുകളുടെ പെർഫോമൻസ് എടുത്ത് പറയണം. ഗണപതിയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞു. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് അവർക്ക് ഒരു പ്രോപ്പറായിട്ട് മാനേഴ്സ് ഉണ്ട്, അവർക്ക് പ്രത്യേക രീതികൾ കാര്യങ്ങളുണ്ട്. ഒരാൾ ഭയങ്കര ലൗഡാണ്, ഒരാൾ കുറച്ച് ഓവറാണ്, ഒരാൾ ഭയങ്കര സ്ലോ ആണ്, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര വൃത്തിയുള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പെക്യുലാരിറ്റീസ് ഉള്ള ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് നമുക്ക് ഒരു പക്ഷേ പേര് ചിലപ്പം പറഞ്ഞാലും നമുക്ക് അവരുടെ മാനേഴ്സും കാര്യങ്ങളും കണ്ടുകഴിഞ്ഞാൽ അതായതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കിടിലൻ പെർഫോമൻസ് ആണ്. സൗബിൻ ഷാഹർ ആണെന്നുണ്ടെങ്കിലും, ജീൻ പൊള്ളാലാണെന്നുണ്ടെങ്കിലും, ബാലു വർഗീസ് ആണെന്നുണ്ടെങ്കിലും, പേരിങ്ങനെ എടുത്ത് പറയാൻ ഒരുപാട് പേര് പറഞ്ഞു. ബട്ട് കിടിലൻ പെർഫോമൻസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൽ പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന അജയൻ ചാലിശ്ശേരിയിലാണ്. നിങ്ങൾ ഈ സിനിമ ട്രെയിലർ കണ്ടിട്ടുണ്ട്, ഒരു മരത്തും ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നത്. ആ മരം സത്യം പറഞ്ഞ് സെറ്റ് ഇട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നുള്ളത് അറിയില്ല. ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാനത് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. കാരണം ആ ഒരു മരം ഇവർ സെറ്റ് ഇട്ടതാണെന്നുള്ളത്. അതുമാതിരി ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അജയൻ ചാലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആർട്ട് വർക്കിനെ പറ്റിയിട്ടാണ്. കാരണം ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടത് ശരിക്കുള്ളതാണോ അതോ ഇവർ സെറ്റ് ഇട്ടതാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും തോന്നിയ ഒരു ഗുണാക്കേവിൻ്റെ അകത്ത് പോയിട്ട് ശരിക്കും ഷൂട്ട് ചെയ്ത പോലെ എന്നാണ് തോന്നുന്നത്. ബട്ട് എനിക്ക് ഉറപ്പാണ് അജയൻ ചാലിശ്ശേരി എന്തായാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അത് പിന്നീട് വരും. എന്തായാലും ഇന്നൊക്കെ സീനുകൾ കാര്യങ്ങൾ സെറ്റ് ഇട്ടതാണെന്നുള്ളത് അത്രയും കിട്ടില്ലനായിട്ട് അജയൻ ചാലിശ്ശേരി അത് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ റോണക് സേവിയർ മേക്കപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കളർ ഗ്രേഡിങ് ചെയ്തിരിക്കുന്നതൊക്കെ സൂപ്പർബായിട്ടുണ്ട്.
എന്ന് തുടങ്ങി ഈച്ച് ആൻഡ് എവറിത്തിങ് ഇതിൽ എനിക്ക് ഒന്നും അങ്ങനെ ഒരു പോരായ്മയായിട്ട് തോന്നിയില്ല. ഈച്ച് ആൻഡ് എവറി ടൈം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇതെപ്പോൾ നടക്കും, ഇതെപ്പോൾ റെഡിയാവും, അല്ലെങ്കിൽ ഇത് പറ്റുമോ എന്നുള്ള രീതിയിൽ ശരിക്കും അവരുടെ കൂടെയുള്ള ഒരു ജേണി തന്നെയായിരുന്നു ഈ ഒരു ഫിലിം. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ് ഒക്കെ കിഡിലനായിട്ടുണ്ട്. എന്താ പറയുക, ശരിക്കൊരു ഒരു ഗുഹേരകത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പടം. അത് പറയാതിരിക്കാനായിട്ടോ ഞാൻ മാച്ച് ആവുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കുറേ സംഭവങ്ങൾ സുഷിൻ ഷാമിയിൽ പുതിയത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് മലയാളം സിനിമ 2024 വർഷത്തിൽ അവർ തന്നിട്ടുള്ള സിനിമകളാണ് എല്ലാം കൊണ്ടും. വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ മോശമായിട്ടുള്ളൂ. അതർവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും കിടിലം പണ്ടായിട്ടാണ് വരുന്നത്. പല ജോണറിലുള്ള സിനിമകൾ വരുന്നു. എല്ലാം കൊണ്ട് ക്വാളിറ്റി വൈസ് കിടിലൻ. ഒരു പക്ഷേ ആ പടങ്ങളൊന്നും ഫൈനാൻഷ്യലി സക്സസ് ആയിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് കിടിലൻ പടങ്ങൾ മലയാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല. ഞാനിപ്പോൾ സത്യം പറഞ്ഞ തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഹൗസ്ഫുള്ളായിരുന്നു, കിടിലൻ എക്സ്പീരിയൻസ്. ജോസ് തിയേറ്ററിൽ നിന്ന് ഞാനങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്റർ, ബ്രഹ്മയോഗം ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിനുശേഷം രാമദാസ് രവികൃഷ്ണ തിയേറ്ററിലൂടെ വരുമ്പോൾ അവിടെയും പ്രേമലു അന്വേഷിപ്പിയും കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അവിടെയും ഹൗസ്ഫുള്ളായിട്ട് കാണുന്നു. അപ്പോൾ ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളെ ആൾക്കാർ ഏറ്റെടുക്കുന്നു, തിയേറ്ററിന് മുമ്പിൽ ബ്ലോക്ക് കാണുന്നു എന്നുള്ളത് സത്യം പറയുന്ന സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കിടിലൻ പടമാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളിലേക്ക് ഈ ഒരു വർഷത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പടമായിട്ട് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനിയും കുറേ കാലങ്ങൾക്ക് ശേഷം ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. കാരണം ഒരുപാട് റെഫറൻസുകൾ, ഒരുപാട് കണക്ഷൻസ് കാര്യങ്ങൾ സിനിമയിൽ ഇവർ വെച്ചിട്ട്, അതാണ് ഞാൻ പറഞ്ഞ ഒരു സീൻ പോലും ഇതിൽ അൺവാണ്ടഡ് അല്ല. അത് പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ഫിലിം. ഐ റിയലി ലവ് ദ മൂവി. ചിദംബരത്തിനും അതിൻ്റെ ഫുൾ ക്രൂവിനും വലിയൊരു ബിഗ് താങ്ക് യു. ഇത്രയും ഗംഭീരൊരു ഫിലിം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് മുമ്പായിട്ട്. എന്നിട്ട് എല്ലാ ആക്ടേഴ്സിനും മറ്റു ടെക്നീഷ്യനും ഈ ഡോക്യുമെൻ്ററി കാണിച്ചിട്ട് ഇതിൽ പല ടെക്നീഷ്യൻസും അല്ലെങ്കിൽ ഫിലിമിലെ മറ്റു ആൾക്കാർ പറഞ്ഞത് ആ ഒരു ഡോക്യുമെൻ്ററി അവർ പറയുന്ന കാര്യങ്ങളുടെ ഒരു അംശം കിട്ടിക്കഴിഞ്ഞാൽ മതി പടം സക്സസ് ആവാൻ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്ന ഒരു അംശം എന്നല്ല, അതിന് മേലേക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അത്രയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത്തരം സിനിമയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന്. ഔട്ട്സ്റ്റാൻഡിങ് മൂവി, രക്ഷയില്ലാത്ത പടം. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാൻ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒന്നുകൂടി പറയുന്നു, സർവൈവൽ ത്രില്ലർ മൂവിയാണ്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാണാം. സോ ഇനിയും ഒരുപാട് മലയാള സിനിമകൾ ഇനിയും നമുക്ക് വരാനായിട്ടുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ് ഒരുപാട് സിനിമകൾക്ക്. സോ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.